രാധേ രാധേ. എന്താണ് ദൈവികത? എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ദൈവികത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എപ്പോഴും മന്ത്രോച്ചാരണവും നാമജപവും ചെയ്യുന്ന ഒരാൾ, എപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ മാതൃകാപരമായി ജീവിക്കുന്ന ഒരാൾ, സ്വന്തം കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ, ഇവർക്കൊക്കെ ദൈവികത ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു, അതാണ് സത്യം. പക്ഷെ ശരിക്കും ദൈവികത എന്താന്ന് പറഞ്ഞാൽ ലിവ് ഇൻ ദ മൊമെന്റ്. നമ്മൾ ഏത് നിമിഷത്തിലാണോ ആ നിമിഷത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ദൈവികത ഉണ്ട് എന്ന് പറയാൻ കഴിയും. എങ്ങനെയാണ് ആ നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്? അതായത് പഴയതിനെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുക, പുതിയതായുള്ള നിമിഷങ്ങളെക്കുറിച്ച് അല്ലെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടാതിരിക്കുക, പാസ്റ്റിനെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയുക, ഫ്യൂച്ചറിനെ കുറിച്ച് വെറുതെ വിടുക. അത് ഈശ്വരൻ നമുക്ക് എന്താ വിധിച്ചതെന്ന് വെച്ചാൽ അത് വരും, അതിനെക്കുറിച്ച് എന്ത് ഉത്കണ്ഠപ്പെട്ടിട്ടും കാര്യമില്ല. അപ്പോൾ ലിവ് ഇൻ ദ മൊമെന്റ്, എൻജോയ് ദ മൊമെന്റ്, ലിവ് ഫുള്ളി ഇൻ ദ മൊമെന്റ്. അതിനെയാണ് ദൈവികത എന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊന്നും അതിന് കഴിയാറില്ല. ഈ ഒരു നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും പഴയതിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഭാവിയിൽ എന്താകും എന്നുള്ള 1000 ചിന്തകളായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്. ഓരോ നിമിഷവും ദൈവം തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഫ്രഷാണ്, അത് പുതിയതാണ്. അതിന് ആ പുതുമയോടുകൂടി, ആ നിഷ്കളങ്കതയോടുകൂടി, അതേ സ്വാദോടുകൂടി ഉൾക്കൊണ്ട് ആ നിമിഷത്തിൽ ജീവിക്കുക. ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുക. ആ നിമിഷത്തിന് തന്നെ വിട്ടുകൊടുക്കുക. അപ്പോൾ തീർച്ചയായും നമുക്ക് ദൈവികത തൊട്ടറിയാൻ പറ്റും. ഒന്നും വേണ്ട, വാച്ചിലോ അല്ലെങ്കിൽ ഫോണിലോ ഒരു അലാം സെറ്റ് ചെയ്യുക, ഒരു മിനിറ്റത്തേക്ക്. എന്നിട്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട. ആ ഒരേ ഒരു മിനിറ്റത്തേക്ക് ആ വാച്ചിൽ തന്നെ ടൈം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുക. ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതിരിക്കുക. എനിക്കിനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോയിൻമെൻറ്റിന് പോകണം, അല്ലെങ്കിൽ മുമ്പുള്ള എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് ചെയ്തു തീർക്കാണ്ട്, അങ്ങനെ യാതൊരു ചിന്തകളും വരാതെ ആ അലാമിലോട്ട് തന്നെ നോക്കുക. അപ്പോഴത്തേക്കും ഫോണിലുള്ള വേറെ ഫോട്ടോസോ വേറെ ഒന്നും നോക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ചിന്തകൾ വരും. അങ്ങനെ ഒരു ദിവസം 1 മിനിറ്റെങ്കിലും നമുക്ക് കഴിയുമെങ്കിൽ അത് നമുക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തീർച്ചയായും നമുക്ക് ദൈവികതയെ തൊട്ടറിയാൻ പറ്റും. അല്ലാതെ തീർച്ചയായും ഏറ്റവും ദൈവവിശ്വാസിയായി ദൈവത്തിന്റെ പ്രാർത്ഥനകൾ നടത്തി നാമം ചൊല്ലുന്ന ഒരാൾക്ക് ദൈവികത ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ദൈവികതയുണ്ട്. പിന്നെ നാമജപവും മന്ത്രങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലെ ചിന്തകൾ അടക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഈ മൊമെന്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗദർശനത്തിന് വേണ്ടിയിട്ടാണ് നമുക്കതൊക്കെ പറഞ്ഞു തരുന്നത്. അല്ലാതെ ഒരിക്കലും അതൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ദൈവികത ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയില്ല. അപ്പോൾ എല്ലാവരും അത് ശ്രമിക്കുക. ദിവസം 1 മിനിറ്റെങ്കിലും യാതൊരുവിധ ചിന്തകളും ഇല്ലാതെ ആ ഒരേ ഒരു നിമിഷത്തിലെങ്കിലും ചിന്തകളില്ലാതെ ജീവിക്കാൻ നോക്കുക. തീർച്ചയായും ദൈവികത തൊട്ടറിയാൻ പറ്റും. രാധേ രാധേ.